ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ മരിക്കരുത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണം. തങ്ങളവറുകളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഞാൻ ചെറിയ SSFന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് SSFന്റെ സ്റ്റേറ്റ് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്ഥലവും അതിന്റെ ബിൽഡിംഗും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ KM റഹീം സാഹിബ് എന്റെ ബേക്കിലുണ്ട്. ഞങ്ങളൊക്കെ എത്രയോ പോയി തെരഞ്ഞ് ഒരു 3 സെന്റ് സ്ഥലം കോഴിക്കോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അധ്വാനിച്ചിരുന്ന ആ ഒരു SSFന്റെ പ്രവർത്തകനായിരുന്ന കാലം. അന്ന് SSFന്റെ ആവശ്യത്തിനു വേണ്ടി പല സ്ഥലത്തും ഞാൻ ചെന്ന് നോക്കിയാൽ ഞാനന്ന് പ്രത്യേകിച്ചും ഒരു ചെറിയ ഒരു ദിനേശ് പീടി പോലത്തെ ഒരു മനുഷ്യനാണ്. ഒരാളെടുത്ത് ചെന്നാൽ 5 പൈസ കിട്ടൂല. അപ്പൊ ഞാൻ തങ്ങളെയും കൂട്ടിയിട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഇന്നത്തതുപോലെ നമ്മളെ കൂടെ കാറോ അല്ലെങ്കിൽ മറ്റ് വാഹനമൊന്നുമില്ല. എന്നാൽ തങ്ങളവറുകൾ എന്റെ കൂടെ തന്നെ ബസ് കയറി ബസിന്റെ ഈ മേലെ കമ്പിയും പിടിച്ചിങ്ങനെ തൂങ്ങിയിട്ട് യാത്ര ചെയ്തത് ഒരുപാടറിയാം. ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളുടെ സമീപത്ത് ഞാൻ നേരത്തെ പറഞ്ഞ PC അബ്ദുൽ ഹാജി കൂട്ടത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റിയാടിയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് സിറാജുൽ ഹുദക്ക് സംബന്ധിച്ച് അവര് സംസാരിച്ചു ഉസ്താദിനോട്. നമ്മൾ ആ ആശയം പൂർണ്ണമായി അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ഉസ്താദിനോട് സംസാരിച്ചു. ഞങ്ങളിങ്ങനെ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന് ഒറ്റ പള്ളിയില്ല, മദ്രസയില്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കുറ്റിയാടിയിൽ പള്ളി ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉസ്താദ് ഒന്ന് വന്നിട്ട് ഇതിന് തുടക്കം കുറിച്ചു തരണം. അപ്പോ ഉസ്താദിനോട് എന്നിട്ട് പറഞ്ഞപ്പോ ഉസ്താദ് കൂടെ എത്തി ചായയെല്ലാം കൊടുത്ത് വളരെ സന്തോഷിപ്പിച്ച് ഞാനും അടുത്തുണ്ട്. അപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് ബഹുമാനപ്പെട്ട EK ഉസ്താദിനെയും ക്ഷണിക്കണമെന്നുണ്ട്, കിഗന ഉസ്താദിനെയും ക്ഷണിക്കണമെന്നുണ്ട്. അപ്പോ ഉസ്താദ് ഉടനെ പറഞ്ഞു, അങ്ങനെയാണ് വേണ്ടത്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എല്ലാ ആലിമീങ്ങളെയും വിളിക്കുകയാണ് വേണ്ടത്. അവിടെ സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കാനാണ് എല്ലാരെയും വിളിക്കണമെന്ന്. ഞാൻ സമീപത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് അവറുകൾ ഏറ്റു. അതിന്റെ ശേഷം പിന്നെ മറ്റു പല ആലിമീങ്ങളെയും പോയി ക്ഷണിച്ചു. ആദ്യം ക്ഷണം സ്വീകരിച്ചെങ്കിലും വേറെ ആരല്ലോ പോയിട്ട് ഉള്ളിൽ കൂടി കൂത്തുണ്ടാക്കി. അവർക്ക് വരാൻ സാധിച്ചില്ല. അവർ വന്നില്ല, അല്ലെ വരൂലെന്ന് അറിയിച്ചു. നോട്ടീസ് അടിച്ചതിന് ശേഷം തന്നെ അറിയിച്ച സംഭവം ഉണ്ടായി. ഇരിക്കട്ടെ, ഇതെങ്ങനെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ച് മനസ്സിങ്ങനെ ബേജാറായിട്ട് ഓടുന്ന സമയമാണ്. അവസാനം അവിടെയുള്ള പ്രായം ചെന്നൊരു തങ്ങളുടെ അതിന് PCS തങ്ങൾ അവരോടും അതുപോലെ കുഞ്ഞബ്ദുൽ ഹാജിയുടെ അതിന് പ്രായമുള്ള 2 ആളോടും ഞാൻ പറഞ്ഞു, നമുക്ക് നല്ലൊരു കൈകൊണ്ട് തറക്കല്ലിടിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആരാണ്? ഉസ്താദ് ഉദ്ഘാടനത്തിനുണ്ടാവും, തറക്കല്ലിടൽ നമുക്ക് സയ്യിദ് അലി ബാഫഖ് തങ്ങളെ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ തങ്ങളെ പോയി ക്ഷണിച്ചു. അങ്ങനെ സിറാജുൽ ഹുദക്ക് ആദ്യമായി തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങളാണ്. അള്ളാഹു അതിന്റെ ബർക്കത്ത് അതിന് തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് തങ്ങളവറുകളെ ആദരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. അതേപോലെ ജമിയത്തുൽ മുഅല്ലിമിന്റെ, അതുപോലെ നമ്മുടെ SMAയുടെ, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. എന്നതിന്റെ പുറമെ മർക്കസിന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങൾ സിറാജുൽ ഹുദയുടെയും പ്രസിഡന്റാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെയും അതുപോലെ സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളവറുകളെ ആദരിക്കുന്ന ഒരു പരിപാടി ഈ 19-ാം തീയതി വെള്ളിയാഴ്ച കൊയിലാണ്ടിയിലുണ്ട്. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും കഴിവിന്റെ പരമാവധി അതിൽ പങ്കെടുത്ത് തങ്ങളവർക്കുള്ള ആദരവ് നൽകണം എന്ന് ഈ സമയത്ത് അവസാനമായി ഉണർത്തി, അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ.